ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെയുള്ളൊരു കുട്ടി അപ്പമാണ്. നമുക്ക് ഒരപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് കുട്ടി കുട്ടിയായിട്ട് ഒരു 12 അപ്പം ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് അളവിൽ പച്ചരി ഞാനൊരു 3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പുളിച്ച തേങ്ങ വെള്ളമാണ്. 2 ദിവസം മുമ്പ് തന്നെ 2 തേങ്ങയുടെ വെള്ളം 1 സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പഴങ്കഞ്ഞി ചോറാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ഇഡ്ഡലി മാവ് കൂടെ ഒന്ന് വേണം. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി തേങ്ങയോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. ഇനി നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് 8 മണിക്കൂർ ഇതൊന്ന് പുളിപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പുളിച്ച് വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കുട്ടിയപ്പം ചുടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഈ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് മാവൊന്ന് ഒഴിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ കുഴിവുള്ള സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പിലൊന്നും ആയി കിട്ടിക്കോളും. ഇനി നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കുഴികളിലും കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും. ആവശ്യത്തിനുള്ള മാവ് എല്ലാ കുഴികളിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് വേവിച്ച് എടുക്കാം. 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിന് നമുക്ക് ഓരോ കുഴികളിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് അപ്പം തയ്യാറാക്കി നോക്കുക. നമ്മൾ കുട്ടിയപ്പം ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് അപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.